അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, പല സന്ദർഭങ്ങളിലും കുടുങ്ങിപ്പോയി എന്ന് കരുതുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. കുടുങ്ങിയ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഇന്ന് പറയുന്നത്. അതേതു പ്രശ്നങ്ങളാവട്ടെ, ഏതു പ്രതിസന്ധികളാവട്ടെ, ഇതൊരു നല്ല മാർഗമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമ്മോട് പറഞ്ഞു തന്ന വളരെ സവിശേഷമേറിയ ഒരു വാഗ്ദാനവും കൂടെയാണിത്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അമല് കുടുങ്ങി ഇനി എന്ത് എന്ന് നമുക്ക് മറുപടി പറയാൻ പറ്റാത്ത രൂപത്തിലേക്ക് നമ്മൾ ലോക്കായി കിടക്കുന്ന സമയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ ഒരു അമലാണ്. ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ തീർച്ചയായും അതിൽ നല്ലൊരു ഫലം ലഭിക്കാനും റിസൾട്ട് ലഭിക്കാനൊക്കെ അത് കാരണമാകുന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്ന നല്ലൊരു അമലാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം. പലരും ബുക്ക് ചെയ്യാതെയും വിളിക്കാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ അതൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മളിന്ന് പറയുന്നത് സൂറത്തു യാസീനെ കുറിച്ചാണ്. സൂറത്തു യാസീൻ ലിമാ ഖുരിഅത്തില, അതേതൊരാവശ്യത്തിന് വേണ്ടിയാണോ ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ സൂറത്തു യാസീൻ കാരണമാകുമെന്നുള്ളതാണ്. യാസീൻ സൂറത്തിന് ആരെങ്കിലും ഒരാൾ അത് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവരാണോ, അങ്ങനെ ഓതുന്നതിനെ പതിവാക്കുന്നവരാണോ, അവൻ ചെയ്തു പോയ ആ ദോഷങ്ങൾ മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അവന് മുമ്പിൽ അള്ളാഹു തുറന്നു കൊടുക്കും. ശിക്ഷയും വിചാരണയുമില്ലാതെ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അത് കാരണമാകും. ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നൊരു ഹദീസ് നമുക്കറിയാം. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ ഔ കമാ ഖാൽ. ഏതൊരു വസ്തുവിനും ഹൃദയമുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം അത് സൂറത്തു യാസീനാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂറത്തു യാസീൻ വളരെ ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്താൽ നമുക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ട പല രൂപങ്ങളുമുണ്ട്. അതിൽ ഒരു രൂപം ഇവിടെ വിശദീകരിക്കുകയാണ്. നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് കേട്ട് മനസ്സിലാക്കി ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തണം. യാസീന് 41 പ്രാവശ്യം പാരായണം ചെയ്യുക. അങ്ങനെ 41 പ്രാവശ്യം പാരായണം ചെയ്ത് ചോദിക്കുന്നത് എന്തും സ്വീകരിക്കപ്പെടുമെന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള എല്ലാ ഖൈറിൻ്റെ വാതായനങ്ങളും നമുക്ക് മുമ്പിൽ തുറന്നു തരാൻ കാരണമാകുന്നുള്ളതാണ്. ഒരു വലിയ മഹാത്മാവ് പറയുന്നുണ്ട്, സൂറത്ത് യാസീൻ ഒരാൾ 41 പ്രാവശ്യം ഓതുക, അതിനിടയിൽ ഭൗതികമായ ഐഹികമായ വർത്തമാനങ്ങൾ, സംസാരങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ 41 പ്രാവശ്യം ഓതിക്കഴിഞ്ഞ് അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യങ്ങൾ പച്ചമലയാളത്തിൽ അവൻ അറിയുന്നത് പോലെ ചോദിക്കുക. ആ ആവശ്യങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ ആ ഒരു അമൽ മതിയാകുന്നതാണ് എന്നാണ്. ചില ആളുകളൊക്കെ മഹാന്മാരൊക്കെ പറഞ്ഞത് കാണാം. ഏതെങ്കിലും ഒരു പള്ളിയിലിരുന്ന് ഒരു ജമാഅത്ത് കഴിഞ്ഞ് അതേ ഇരുത്തത്തിലിരുന്ന് അവിടെ 3 യാസീൻ ഒറ്റ ഇരുത്തത്തിൽ ഭൗതിക സംസാരങ്ങളില്ലാതിരുന്ന് ഓതിയിട്ട് അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കുടുങ്ങിപ്പോയി എന്ന് സങ്കല്പിക്കുക. കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ അവന് എന്തായാലും പള്ളിയിലെ ജമാഅത്തിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ഉടനെ തന്നെ അവിടെ ഇരുന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലുക എന്നുള്ളതാണ്. അതോടുകൂടി അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും, തടസ്സങ്ങൾ നീങ്ങും. സൂറത്തു യാസീൻ അത്രമേൽ പവിത്രമേറിയതും അത്രമേൽ മഹത്വമുള്ളതുമായതുകൊണ്ടാണ് അതുകൊണ്ടൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവനാണ്.
എല്ലാ കാര്യങ്ങളുടെ മേലിലും ഖുദ്റത്ത് കഴിവുള്ളവനുമാണ്. അതാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ എല്ലാം അള്ളാഹുവിന് കഴിയും, അവന് നൽകുന്നവനാണ്, കഴിയുന്നവനാണ്, കഴിയാത്തതായിട്ടൊന്നുമില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അള്ളാഹു നൽകിയതിനെ തടയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അള്ളാഹു നൽകിയതിനെ തടയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അള്ളാഹു തടഞ്ഞതിനെ നൽകാൻ ആർക്കും കഴിയൂല. നമുക്ക് വിധിച്ചിട്ടില്ലാത്ത നമുക്ക് കിട്ടൂല എന്ന്. അള്ളാഹു വിധിച്ചത് നമുക്ക് നൽകപ്പെടുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല, ആർക്കും അതിനെ തടയാനും കഴിയില്ല. ഇത് നമുക്ക് വളരെ സന്തോഷം നൽകുന്നൊരു ഒരു വളരെ സവിശേഷമേറിയൊരു വാക്യമാണ്. നമസ്കാരം കഴിഞ്ഞ് സലാം വെട്ടിക്കഴിഞ്ഞാൽ ചൊല്ലുന്ന ദിക്റുകളിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. നോക്കൂ, അല്ലാഹു ലാ മാനിഅ ലിമാ അഅ്തൈത, അല്ലാഹു നൽകിയതിനെ തടയുന്ന ഒരാളുമില്ല, അല്ലാഹു നൽകുന്നതിനെ തടയുന്ന ഒരാളുമില്ല എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിൻ്റെയും നമ്മുടെയും ഇടയിൽ എത്ര ദൂരമുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് നൽകുമെന്നുള്ളത് ഉറപ്പാണ്. എത്ര ദൂരം ഉണ്ടെങ്കിലും, പ്രതീക്ഷയില്ലാത്തതാവട്ടെ, കിട്ടുമെന്ന് ഒരിക്കലും ഒരു ശുഭാപ്തി ഇല്ലാത്തതാവട്ടെ, നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അത്രയും നിരാശയിൽ കഴിയുന്നൊരു വിഷയമാവട്ടെ, അള്ളാഹു വിധിച്ചതാണോ എന്നാൽ അത് നമുക്ക് എത്തും, അതിനെ തടയുന്ന ഒരാളും ഇല്ലാന്ന്. രണ്ട് പർവ്വതങ്ങൾക്കിടയിലാണ് നമുക്ക് വിധിച്ചത് എന്നുണ്ടെങ്കിലും അത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് വിധിക്കാത്തത് നമ്മുടെ രണ്ട് ചുണ്ടുകൾക്കിടയിലാണെങ്കിലും അത് നമുക്ക് ലഭിക്കുകയുമില്ല എന്നുള്ളതാണ്. ഈ ഒരു വാക്യം ഉണ്ടായത് കൊണ്ട് നമുക്കുള്ളൊരു സന്തോഷം എന്താ? ഒന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും നമുക്ക് നഷ്ടപ്പെടില്ല, എല്ലാം നമുക്ക് മുമ്പിൽ ലഭിക്കും എന്നുള്ളൊരു ശുഭാപ്തിയും പ്രതീക്ഷയും നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രതീക്ഷയോടുകൂടെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക, അള്ളാഹുവിലെ തവക്കുലാക്കുക. എന്തു പ്രതിസന്ധികൾ വരികയാണെന്ന് സങ്കല്പിക്കാം. ഇപ്പോൾ നമ്മുടെ മക്കൾ എന്തെങ്കിലും കേസിലകപ്പെട്ടു എന്ന് സങ്കല്പിക്കാം, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കാം. വളരെ രഹസ്യമായിട്ട് നമ്മുടെ സ്വന്തം മകൾ ഒരു അഫയർ, ഒരു പ്രണയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാർട്ട് ചെയ്ത പ്രണയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു രക്ഷയും കിട്ടുന്നില്ല. പെട്ടെന്നാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ വല്ലാണ്ട് ഷോക്കായി പോയി. കാരണം നമ്മളെ മോൾക്ക് നമ്മളൊരു പുതിയ വിവാഹാലോചന നടത്തി വരികയാണ്, കണ്ടുപോയിട്ടുണ്ട്. പെട്ടെന്നാണ് നമ്മളിത് അറിയുന്നത്. നമുക്കെന്താ ചെയ്യാമെന്നും മനസ്സിലാകുന്നില്ല. ഷോക്കായി പോയി. തളർന്നു പോകരുത്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അള്ളാഹുവിനെ തവക്കുലാക്കിയാൽ അതോടുകൂടെ അതിലൊരു തീരുമാനം നമ്മൾ പ്രതീക്ഷയോടുകൂടെ ഇരിക്കുക. വിധിച്ചതേ നമുക്ക് സംഭവിക്കുള്ളൂ എന്നുള്ള ആ പോസിറ്റീവ് നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ ഊട്ടി ഉറപ്പിക്കുക. അപ്പോൾ പിന്നെ അത് വളരെ നമുക്ക് പോസിറ്റീവ് എനർജി തരികയും നമുക്കതിനെ പിടിച്ചു നിൽക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നുള്ളത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഒക്കെ വലിയ പവിത്രത ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നല്ല പ്രതീക്ഷയിൽ നിൽക്കുക, നമ്മുടെ ഭാഗത്ത് വീഴ്ചകളില്ലാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് മിനിമം ഫർള് നിസ്കാരങ്ങൾ, 5 വഖത്ത് ഫർള് നിസ്കാരങ്ങൾ, അതൊരു കാരണവശാലും അത് നഷ്ടപ്പെടുകയോ അത് ഖളാ ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരുവിധം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എളുപ്പമാകും. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കും, നമ്മൾ അള്ളാഹു വിധിച്ചത് നമുക്ക് തടയുന്ന ഒരാളും ഇല്ല, അള്ളാഹു തടഞ്ഞതിനെ നമുക്ക് നൽകാൻ ഒരാൾക്കും കഴിയൂല എന്നാണെങ്കിൽ പിന്നെന്തിനാ അള്ളാഹിനോട് അങ്ങനെ ദുആ ചെയ്യുന്നത്? അള്ളാഹ് നൽകൂലേ എന്ന് ചോദിക്കുന്നവരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അള്ളാഹു നൽകാൻ ചില കാരണങ്ങളുണ്ട്. കാരണങ്ങളുമായി നമ്മൾ ദുആ ചെയ്തിട്ട് നമുക്ക് കിട്ടാനുള്ളതാണത്. അതാണ് അതിൻ്റെ ഒരു ആൻസർ. നമ്മൾ ദുആ ചെയ്താൽ നമുക്കത് കിട്ടും. ദുആ ചെയ്തിട്ട് വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുക തന്നെ വേണം, അള്ളാഹുവിനോട് ചോദിക്കുക തന്നെ വേണം. അങ്ങനെ ചോദിക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഇത് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട്, വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം എന്ന് പറയുന്ന സൂറത്ത് യാസീൻ പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത്. ഇനിയും യാസീന് കൊണ്ട് ഒരുപാട് അമലുകളുണ്ട്. ഒന്നും ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് സാധാരണയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില അമലുകളാണ് പറഞ്ഞത്. ഇതിൻ്റെ തന്നെ ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇൻകാന റിസ്ഖി ഫിസ്സമാ ഫഅൻസിൽഹു വഇൻകാന ഫിൽ അർളി ഫഅഖ്രിജ്ഹു വഇൻകാന ഫിൽ ബഹരി ഫഅത്ലിഅഹു വഇൻകാന ബഈദൻ ഫഖർരിബ്ഹു വഇൻകാന ഖരീബൻ ഫയസ്സിർഹു വഇൻകാന ഖലീലൻ ഫകസ്സിർഹു വഇൻകാന കസീറൻ ഫഹവ്വിൻഹു വബാരിക് ലി ഫീഹി വർസുഖ്നി മിൻ ഹൈസു അഹ്തസിബ് വമിൻ ഹൈസു ലാ അഹ്തസിബ് റിസ്ഖൻ ഹലാലൻ ത്വയ്യിബൻ എന്നൊക്കെ തുടങ്ങിയിട്ട് വളരെ സവിശേഷമേറിയൊരു ദുആ ഉണ്ട്.
അപ്പോൾ ആ ദുആ നിങ്ങളിപ്പോൾ നമുക്ക് മലയാളത്തിൽ പച്ച മലയാളത്തിൽ അറിയുന്ന ഭാഷയിൽ ദുആ ചെയ്താൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ അമൽ ചെയ്തൊക്കെ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നമ്മളോട് പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരും ഇവിടെ എല്ലാ ആഴ്ചകളിലും നേരിട്ട് വരുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ വരുന്നവരുണ്ട്. ഒരുപാട് ദൂരം സഞ്ചരിച്ച് പല ദുആകളും പല രോഗങ്ങളും പല വിഷമങ്ങളും അവരകപ്പെട്ട പ്രതിസന്ധികളൊക്കെ കേൾക്കുമ്പോൾ ഒന്നിലും അകപ്പെട്ടിട്ടില്ല. നമ്മളൊക്കെ വലിയ രക്ഷയുള്ളവരാണ്. മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു ദുനിയാവിൽ അവർക്ക് വലിയ പരീക്ഷണങ്ങൾ കൊടുത്തു നാളെ ആഖിറത്തിൽ വലിയ സ്ഥാനം ലഭിക്കാൻ. അങ്ങനെ ആ പരീക്ഷണങ്ങൾ നമുക്കൊക്കെ താങ്ങാൻ കഴിയും. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ പെട്ടെന്ന് സ്വന്തം ഉമ്മാൻ്റെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം മകൾ കോടതിയിൽ നിന്ന് ഒരു അന്യമതത്തിൽപ്പെട്ട സഹോദരൻ്റെ കൂടെ പോകുന്നത് നോക്കിക്കാണാൻ വിധിക്കപ്പെട്ട ഒരു ഉമ്മയുടെ അനുഭവം, മാതാപിതാക്കളുടെ അനുഭവം, അങ്ങനെ തുടങ്ങി മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ പല വിഷയങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് ഇവിടെ നേരിട്ട് വന്നപ്പോഴും മറ്റൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു വലിയ സലാമത്ത് നൽകട്ടെ. അവരൊക്കെ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമീൻ പറയും എന്ന പ്രതീക്ഷയിലാണ് അവരൊക്കെ നമ്മൾ പലതും ഏൽപ്പിക്കുന്നത്. എല്ലാവരും മനസ്സറിഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. അള്ളാഹു എല്ലാവർക്കും വലിയ സലാമത്ത് നൽകട്ടെ. രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. കടങ്ങളൊക്കെ അള്ളാഹു വെട്ടിക്കൊടുക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.